പ്രിയപ്പെട്ട ഫാർമസിസ്റ്റ് സുഹൃത്തുക്കളെ, ഞാൻ മുബീറാണ്. ഫാർമാഫെഡ് ഫെഡറേഷൻ ഓഫ് ഫാർമസിസ്റ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അതേപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നുമായിട്ട് അനേകായിരം ഫാർമസിസ്റ്റുകളാണ് വർഷത്തിൽ പഠിച്ചിറങ്ങി നാട്ടിലുള്ള ജോലി സാധ്യതകളെക്കുറിച്ചും ലഭിക്കുന്ന ജോലിയെക്കുറിച്ചും അവിടുത്തെ വേതനങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോഴാണ് ഒരു വലിയൊരു വിഭാഗം ഫാർമസിസ്റ്റുകൾ നമ്മുടെ സംസ്ഥാനം വിട്ട് അബ്രോഡിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അതെല്ലാവർക്കും സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലും അനേകായിരം മെഡിക്കൽ ഷോപ്പുകളും ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും ഒക്കെയായിട്ട് അനേകായിരം ഫാർമസിസ്റ്റുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ ലഭിക്കുന്ന വേതനം, ബഹുഭൂരിപക്ഷം ഫാർമസിസ്റ്റുകൾക്കും ലഭിക്കുന്ന വേതനം വളരെ തുച്ഛമാണ്. അതേപോലെ തന്നെ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നുമില്ല. ഇതിനൊക്കെ മാറ്റം നമുക്ക് അനിവാര്യമാണ്. ഈ മാറ്റത്തിന് വേണ്ടിയാണ് ഫാർമസിസ്റ്റുകൾ നേരിടുന്ന ചൂഷണങ്ങൾക്കും കൊടും അവഗണനയ്ക്കുമെതിരെ, അവകാശ നിഷേധങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘടനയാണ് ഫാർമാഫെഡ് ഫെഡറേഷൻ ഓഫ് ഫാർമസിസ്റ്റ് CITU സംഘടന. കഴിഞ്ഞ 2021 രൂപം കൊണ്ട ഈ സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പ്രവർത്തന മേഖലയിൽ ലൈവായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് ഫാർമാഫെഡ്. നമുക്കറിയാം, നമ്മുടെ സംഘടന ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഇടപെടലുകൾ മുഖ്യമന്ത്രി മുതൽ ആരോഗ്യമന്ത്രി മുതൽ ധനകാര്യ വകുപ്പ് മന്ത്രിയിൽ മറ്റ് മന്ത്രിമാർ മുതൽ ഉദ്യോഗസ്ഥ തലങ്ങളിൽ അതേപോലെ ഒരുപാട് ഇടപെടലുകൾ ഈ സംഘടന നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. ആരോഗ്യ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായ നമ്മൾ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ പോലെ തന്നെ നമ്മളും ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഫാർമസിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ഗണത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പ്രൊഫഷൻ്റെ ഒരു ഉയർച്ച നമുക്ക് അനിവാര്യമായി വരുന്നുണ്ട്. ആ ഉയർച്ചയിലേക്ക് നമ്മുടെ പ്രൊഫഷനെ കൊണ്ടുപോകാൻ ഈ സംഘടന കൊണ്ട് കഴിയും എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. മിനിമം വേതനത്തിൻ്റെ വിഷയം, ഇപ്പോൾ ഹോസ്പിറ്റൽ മിനിമം വേതനമാണെങ്കിൽ നമുക്കറിയാം ഉടൻ തന്നെ ഇറങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിയെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ മന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുമ്പത്തെ ഓർഡർ ക്ലിനിക്കിലും മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന മിനിമം വേതന ഉത്തരവ് 15,000 16,000 ആയിരുന്നത് 23,000 പോയത് തന്നെ അത് CITU എന്ന് പറയുന്ന ഒറ്റ സംഘടനയുടെ മിനിമം വേതനം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെട്ടതിൻ്റെ പേരിൽ മാത്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് പോസ്റ്റ് ക്രിയേഷൻസ്, ആരോഗ്യ മേഖലയിൽ ചരിത്രത്തിലില്ലാത്ത അത്രയും പോസ്റ്റ് ഫാർമസിസ്റ്റുകൾ പരിഗണിച്ചുകൊണ്ട് വീണ്ടും പരിഗണിക്കുന്ന രീതിയിലേക്ക് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് ഫാർമാഫെഡ് എന്ന് പറയുന്ന CITU സംഘടനയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും നമ്മുടെ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറിയുമായിട്ട് അനലിസ്റ്റ് തസ്തികകളും അതേപോലെ ഡ്രഗ് ഇൻസ്പെക്ടർ തസ്തികകളും അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികകളും ഒക്കെയും സംഘടനയുടെ കൃത്യമായ കൈകടത്തലും അതേപോലെ തന്നെ ഇടപെടലുകളും ആ വിഷയങ്ങളിലൊക്കെ ഉണ്ട്. നമുക്ക് നല്ല ഒരു നാളേക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ പ്രൊഫഷനെ മാറ്റിയെടുക്കണം. ഒരുപാട് സംഘടനകൾ നമ്മുടെ മേഖലയിൽ ഉണ്ടാവാം, അതല്ല ഞങ്ങൾ പറയുന്നത്. ആ സംഘടനകളൊക്കെ പ്രവർത്തിക്കട്ടെ. പക്ഷേ എല്ലാ ഫാർമസിസ്റ്റുകളും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുള്ള മുഴുവൻ ഫാർമസിസ്റ്റുകളും ഫാർമാഫെഡ് ഫെഡറേഷൻ ഓഫ് ഫാർമസിസ്റ്റ് CITU സംഘടനയ്ക്ക് എല്ലാവിധ പിന്തുണയും തരണം. അതേപോലെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട്, ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ നടന്നു വരികയാണ്. മുഴുവൻ ഫാർമസിസ്റ്റുകളും സംഘടനയുടെ ഭാഗമാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.